ബിൽഡേക്കേഴ്സ് റൂമിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഒരു വിശേഷപ്പെട്ട ഇടത്തിലാണ്, ഒരു സ്നേഹത്തിൻ്റെ ഇടത്തിൽ. അതിന് മുൻപേ പറയട്ടെ, കഴിഞ്ഞ എപ്പിസോഡിന് നിങ്ങൾ തന്നെ എല്ലാ പിന്തുണയ്ക്കും നമ്മൾ ആത്മാർത്ഥമായി നന്ദി പറയട്ടെ. നമ്മളിപ്പോൾ നിൽക്കുന്നത് മലപ്പുറം ജില്ലയിലെ ചങ്ങരകുളം പന്താവൂരുള്ള ഡോക്ടർ സിദ്ദിഖ് പന്താവൂരിൻ്റെയും ഡോക്ടർ ലീന ദമ്പതിമാരുടെയും വീട്ടിലാണ്. ഒറ്റ നോട്ടത്തിൽ മോഡേൺ ആണോ ട്രഡീഷണൽ ആണോ എന്നറിയാത്ത വിധത്തിൽ പ്രകൃതിയോട് വളരെ ഇഴകിച്ചേർത്തിട്ടാണ് ഈ വീട് രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് വീടിൻ്റെ വിശേഷങ്ങളൊന്ന് കാണാം. ഈ വീടിൻ്റെ ഓൾമോസ്റ്റ് എല്ലാ ഐറ്റംസും എടുത്തിട്ടുള്ളത് ബിൽഡക്കേഴ്സിൻ്റെ ചങ്ങരംകുളത്തുള്ള ഷോറൂമിൽ നിന്നാണ്. ഈ സിറ്റ് ഔട്ടിലെല്ലാം ലേ ചെയ്തിരിക്കുന്നത് ക്യൂബാനോടെ ഇസ്താമേറ്റ് ടൈലാണ്, 4x2 ടൈലാണ് സിറ്റ് ഔട്ടിലെല്ലാം ലേ ചെയ്തിരിക്കുന്നത്. ഇത് തന്നെയാണ് ത്രൂ ഔട്ടായിട്ട് നമ്മൾ അകത്തേക്ക് കൊണ്ടുപോയിട്ടുള്ളത്. ഒറ്റ നോട്ടത്തിൽ കാണുമ്പോൾ മരമാണെന്ന് തോന്നിക്കുമെങ്കിലും ഈ വീട്ടിൽ മരം തീരെ ഉപയോഗിച്ചിട്ടില്ല. ഓൾമോസ്റ്റ് എല്ലാം സ്റ്റീലിലാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. കയറി വരുമ്പോൾ തന്നെ മനസ്സിന് വളരെ കുളിർമയേകുന്ന തരത്തിലുള്ള വളരെ ഭംഗിയുള്ളൊരു ലിവിംഗ് റൂമാണ് ഇവരിവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഹാളിലേക്ക് വരുമ്പോൾ കിടിലൻ ഡൈനിങ് ടേബിളാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. വാഷ് ബേസിൻ ഏരിയയ്ക്ക് വന്നാൽ ലാമിറ്റിൻ്റെ ചാർക്കോൾ ബ്ലാക്ക് തീമിലുള്ള കൗണ്ടർ ടോപ്പാണ് കൊടുത്തിട്ടുള്ളത്. അതിന് മാച്ചായ കെറോവിൻ്റെ സൂപ്പർ മിക്സ്ഡ് ടബും ഒരുക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ സൺഹാർട്ടിൻ്റെ 15mm തിക്നെസ്സുള്ള കൗണ്ടർ ടോപ്പാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. മൊത്തത്തിൽ ഈ ഏരിയ കിടിലായിട്ടുണ്ട്. ഇവിടെ 2 ബെഡ്റൂമുകൾക്കിടയിലായി ചെറിയ ഭംഗിയുള്ളൊരിടം നൽകിയിട്ടുണ്ട്. നമ്മൾ ബെഡ്റൂമിൽ ചെല്ലുമ്പോൾ അവിടെയും പിസ്താമേറ്റ് ടൈലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ബാത്റൂമുകളിലെല്ലാം 4 ടൈലുകളാണ് ഇരിച്ചിട്ടുള്ളത്. ഗ്രോഹയുടെയും കെറോവിറ്റിൻ്റെയും ബാത്റൂം ഫിറ്റിംഗ്സ് ഉപയോഗിച്ച കാരണം ബാത്റൂമിനെല്ലാം ഒരു റിച്ച് ലുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇനി രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് വരുമ്പോൾ ആദ്യത്തെ ബെഡ്റൂമിൽ കൊടുത്തിട്ടുള്ള സെയിം മെറ്റീരിയൽസ് തന്നെയാണ് ഇവിടെ ബെഡ്റൂമിലും ബാത്റൂമിലും കൊടുത്തിട്ടുള്ളത്. കിച്ചണിലേക്ക് വരുമ്പോൾ ആദ്യം കാണുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് ടേബിളാണ്. കിച്ചൺ ടോപ്പായി സൺഹാർട്ടിൻ്റെ 15mm തിക്നെസ്സുള്ള കൗണ്ടർ ടോപ്പാണ് ഉപയോഗിച്ചിരിക്കുന്നത്. മൊത്തത്തിൽ കിച്ചൺ നല്ലൊരു കൂൾ വൈബാണ്. സ്റ്റെയർ കേസിനായി GI ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഈ വീട്ടിലേക്ക് ഏറ്റവും കൂടുതൽ കാറ്റും വെളിച്ചവും കടന്നു വരുന്നത് ഇതിലൂടെയാണ്. അപ്സ്റ്റെയറിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇവിടെ ഒരു കിഡ്സ് സ്റ്റഡി ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്സ്റ്റെയറിലാണ് ഇവിടുത്തെ കിഡ്സ് റൂം സെറ്റ് ചെയ്തിട്ടുള്ളത്. ഈ വീട്ടിലെ മാസ്റ്റർ ബെഡ്റൂമിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഈ വീട്ടിലെ തന്നെ ഏറ്റവും മനോഹരമായ ഇടവും ഇത് തന്നെയാണ്. അത് പറയുന്നത് കാരണമുണ്ട്. വളരെ രസമായിട്ടുള്ളൊരു കുഞ്ഞു ബാൽക്കണി ഈ വീടിനുണ്ട്. ഇവിടെ നിന്ന് നോക്കിയാൽ പന്താവൂർ പാടത്തിന്റെ ഭംഗി മുഴുവനായും കാണാം. പേര് പോലെ തന്നെ ഒത്തിരി കുഞ്ഞു കുഞ്ഞു ഇടങ്ങൾ ഇവർ ഈ വീട്ടിൽ ഒരുക്കിയിട്ടുണ്ട്. ഈ കാലഘട്ടത്തിലും നമ്മളൊന്ന് മനസ്സ് വെച്ചാൽ വളരെ കുറഞ്ഞ ബഡ്ജറ്റിൽ ഇതുപോലെ വളരെ മനോഹരമായൊരു വീടുണ്ടാക്കാമെന്ന് ഈ വീടിന്റെ ഓണം നമുക്ക് തെളിയിച്ചു തരുന്നു. ഇനി നമുക്ക് അദ്ദേഹത്തെയും കുടുംബത്തെയും ഒന്ന് പരിചയപ്പെടാം. ഇടത്തിന്റെ ഉടമകളായ അഡ്വക്കേറ്റ് സിദ്ദിഖ് പന്താവൂരും ഡോക്ടർ ലീന അബൂബക്കറുമാണ് നമ്മളോട് കൂടെ ഉള്ളത്. ആദ്യമേ പറയട്ടെ, കൺഗ്രാറ്റ്സ്. ഈ ഒരു കാലഘട്ടത്തിൽ ഇത്രയും ചെലവ് ചുരുക്കിയിട്ട് ഇത്രയും മനോഹരമായൊരു ഇടം ഉണ്ടാക്കാൻ എന്താണ് നിങ്ങളെ പ്രേരിപ്പിച്ചത്? ആ ചേതോഹരം ഒന്ന് ഞങ്ങളോടൊന്ന് പങ്കുവയ്ക്കും. വീട് എന്ന് പറയുന്നത് എല്ലാവരുടെയും ഒരു വലിയ സ്വപ്നമാണ്. ശരിയാണ്. വീട് നിർമ്മിക്കുമ്പോൾ ഇന്നത്തെ കാലത്ത് ചെലവ് എന്ന് പറയുന്നത് നമുക്കൊന്നും താങ്ങാൻ കഴിയുന്നതിന് വലുതാണ്. അപ്പോൾ ചെലവ് കുറഞ്ഞ് എന്നാൽ പ്രകൃതിയോട് ഇണങ്ങിയ ഒരു വീടുണ്ടാവുക എന്നുള്ളതായിരുന്നു എൻ്റെയും എൻ്റെ ഭാര്യയുടെയും ഏറ്റവും വലിയ ആഗ്രഹം. അങ്ങനെ അന്വേഷിച്ചു. അവസാനം ഞങ്ങൾ ഇതിൻ്റെ ഒരു രൂപകൽപ്പനയിലെത്തിയപ്പോൾ ഞങ്ങൾക്കത് വലിയ സന്തോഷം തോന്നി. ആദ്യമായി ഞങ്ങളുടെ വീട്ടിൽ വെളിച്ചത്തിനും വായുവിനും വലിയ പ്രാധാന്യം നൽകി എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. വീട്ടിലേക്ക് നമ്മൾ എല്ലാം കഴിഞ്ഞെത്തുമ്പോൾ വീട്ടിൽ നമുക്കൊരു പോസിറ്റീവ് എനർജി ഉണ്ടാകണം. അപ്പോൾ അത് സൃഷ്ടിക്കാൻ ഈ നിർമ്മാണ പ്രവൃത്തി കൊണ്ട് കഴിഞ്ഞു. അത് രൂപകൽപ്പന തൊട്ട് അതിൻ്റെ അവസാന സമയം വരെ ഞങ്ങൾ രണ്ടുപേരും ഞങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും വീട്ടിൽ പരമാവധി കൊണ്ടുവന്നിട്ടുണ്ട്. അത് രൂപകൽപ്പന ചെയ്തപ്പോൾ അത് ഭംഗിയായി ഞങ്ങൾക്ക് നിർമ്മാണ പ്രവൃത്തി പൂർത്തിയാക്കാനും കഴിഞ്ഞിട്ടുണ്ട്. ബിൽഡക്കേഴ്സിനുള്ള പർച്ചേസും അവിടെ നിന്ന് ഉണ്ടായ അനുഭവങ്ങളും അതുകൂടി ഒന്ന് പങ്കുവയ്ക്കാമോ? ഈ വീടിൻ്റെ നിർമ്മാണ പ്രവൃത്തിയിൽ ഉപയോഗിച്ച ഏറിയ സാധന സാമഗ്രികളും എൻ്റെ നാടായ ചങ്ങരംകുളത്തു നിന്നും അതിൻ്റെ ഈ പരിസര പ്രദേശത്തെ കച്ചവടക്കാരുടെ കയ്യിൽ നിന്നാണ് ഞാൻ വാങ്ങിയത്. അക്കൂട്ടത്തിൽ ഇവിടേക്ക് വേണ്ട സാനിറ്ററി ഐറ്റംസ്, അതുപോലെ ടൈൽസ് ഉൾപ്പെടെയുള്ള ഉപകരണങ്ങളൊക്കെ വാങ്ങാൻ ഞാൻ തിരഞ്ഞെടുക്കപ്പെട്ടത് ബിൽടെക്കറിനെയാണ്. എല്ലാ കടകളിലും ചെന്ന് ബിൽടെക്കേഴ്സിൽ ചെന്നപ്പോൾ അവിടെ കണ്ട ഓരോ ഇനങ്ങളും ഞങ്ങൾക്ക് വളരെ ആകർഷണീയതയും ഞങ്ങളുടെ നിർമ്മാണ പ്രവൃത്തിയിലേക്ക് അത് ചെലവ് കൊണ്ടും യോജിച്ചാന്ന് തോന്നി.
അതുകൊണ്ടാണ് ഞങ്ങൾ ബിൽടെക്കറിലെത്തിയത്. തീർച്ചയായും ഞങ്ങൾ ബിൽടെക്കറിൻ്റെ കസ്റ്റമർ എന്നുള്ള നിലക്ക് വളരെ സംതൃപ്തരാണ്. നിർമ്മാണ പ്രവൃത്തിയിൽ സാധന സാമഗ്രികൾ സമയത്ത് എത്തിക്കുക, അത് കൃത്യമായി മറ്റു പരിക്കുകളൊന്നും ഡാമേജുകളൊന്നും സംഭവിക്കാതെ ഞങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയുക എന്നുള്ളത് ഇന്ന് സാനിറ്ററി വെയറിനും അതുപോലെ ടൈൽസ് ഉൽപ്പന്നങ്ങളിലൊക്കെ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ ബിൽടെക്കറിൽ നിന്ന് വാങ്ങിയ ഓരോ ഉൽപ്പന്നവും അതിൻ്റെ സൂക്ഷ്മത, അത് കൊണ്ടുവന്ന് ഉപയോഗിച്ചതിന് ശേഷം വന്ന എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് പരിഹരിക്കുന്നിടത്തൊക്കെ വളരെ വലിയ ജാഗ്രത അവർ കാണിച്ചിട്ടുണ്ട്. ഞങ്ങൾ പൂർണ്ണ സംതൃപ്തരാണ്. ഡോക്ടർ നന്നായി പാടുമെന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു പാട്ട് കൂടി ഒന്ന് പാടിത്തരണം. ജീവിതത്തിൻ സാഗരത്തിൽ വിരഹവേദനയും തുഴഞ്ഞ, ജീവിതത്തിൻ സാഗരത്തിൽ വിരഹവേദനയും തുഴഞ്ഞ, കണ്ടതില്ല നിന്നെ മാത്രം കടലു നീ എന്നറിയുവോളം, കടലു നീ എന്നറിയുവോളം, ഓമലാളെ നിന്നെയോർത്ത് കാത്തിരിപ്പിൻ സൂചി മുനയിൽ മമകിനാക്കൾ കോർത്ത് കോർത്ത് ഞാൻ നിനക്കൊരു മാല തീർത്ത്, ഞാൻ നിനക്കൊരു മാല തീർത്ത്. ഇത്രയൊക്കെ തന്നെയാണ് ഇടത്തിൻ്റെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങൾ. ബിൽടെക്കേഴ്സ് ഹോമിൻ്റെ മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ ബൈ.